പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ശേഷിപ്പിച്ച കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കയറ്റിക്കൊണ്ട്, നന്ദി കയറ്റിക്കൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46 അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. സാംസ് 46 വേഴ്സ് 1, 2 and 3. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഈ വചനം നമുക്ക് സുപരിചിതമാണ്, നമുക്കറിയാവുന്ന വാക്കാണ്. പക്ഷേ ഇന്ന് ഈ വചനം വായിച്ച് കേൾക്കുമ്പോൾ ഇതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. കാരണം ഈ ലോകം ഇന്ന് ഒരു ഭരണകർത്താവ് മറ്റൊരു ഭരണകർത്താവിനെ നോക്കി, അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നോക്കി, ഒരു ഭരണത്തലവൻ മറ്റൊരു രാജ്യത്തെ നോക്കി ഇന്ന് പ്രഖ്യാപിക്കുന്നു, നാളെ ഈ രാജ്യം ഭൂമിയിൽ ഉണ്ടാകത്തില്ല. 24 മണിക്ക് ഇനി ഈ മെസ്സേജ് ഇടുന്ന സമയം തുടങ്ങി ആ മെസ്സേജ് ചിലപ്പോൾ കേൾക്കുന്ന ടൈമിൽ ആ രാജ്യം ഭൂമിയിൽ ഉണ്ടാകത്തില്ല, നരകതുല്യമായ അനുഭവമാകുമെന്ന് അതിനെ നോക്കി അന്ത്യശ്വാസനം പറയുന്നു. മഹാരാജ്യം പറയുന്നു അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല, ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നു. എങ്ങോട്ട് പോകണം, എങ്ങനെയാകുമെന്നറിയാത്തതുപോലെയുള്ള സാഹചര്യങ്ങളാണ്. ഇത് അന്ത്യകാലത്ത് നടക്കുന്ന നിന്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണം എന്തെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുമ്പോൾ പറയുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അവിടെ ഇവിടെ, രാജ്യം രാജ്യത്തോട് എതിർക്കും, വംശങ്ങളോട് എതിർക്കും. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. അപ്പം ഇതൊക്കെ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളോ യുദ്ധശ്രുതികളോ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കിയാൽ നമുക്ക് ദൈവം തരുന്ന ബോധ്യം കാലത്തിൻ്റെ അവസാനത്തിൽ സംഭവിക്കേണ്ടതായ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നിശ്ചയമായിട്ടും നടക്കും. പക്ഷേ ദൈവജനമാകുന്ന നമുക്ക് കർത്താവ് 1-2 ഉറപ്പ് തരുന്നുണ്ട്. ആ ഉറപ്പാണ് ഇവിടെ വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, നമ്മൾ നിൽക്കുന്ന ഭൂമി അങ്ങ് മാറിപ്പോയെന്ന് വിചാരിക്കുക. ഭൂകമ്പം കൊണ്ടൊക്കെയാ നമ്മുടെ കാലത്തൊക്കെ കേട്ടുള്ള ഭൂകമ്പങ്ങൾ കൊണ്ടൊക്കെയാ ഭൂമി മാറിപ്പോകുന്നത്. എന്നാൽ ഇപ്പം ബോംബിടുകയും B2B ബസ്റ്റർ ബോംബ് ഉണ്ടല്ലോ, ബസ്റ്റർ ബോംബൊക്കെ ഇട്ട് അത് ഭൂമിയുടെ ആഴത്തിലേക്ക് എന്നതിന് ഭൂമിയെ മാറ്റിക്കളയുമെന്നാണ് പറയുന്നത്. മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ഭൂമികുലുക്കവും സുനാമിയും കൂടി ഒരുമിച്ച് വന്നാൽ പർവ്വതം അതേ സമുദ്രത്തിലേക്ക് വീണിട്ട് അതിൻ്റെ തിരമാലകൾ ഉയരത്തിൽ പൊങ്ങിയാലും, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും, പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. നാം ഭയപ്പെടുകയില്ല. ഇത് ഈ വാക്ക് എത്ര സ്ട്രോങ് ആണെന്ന് നോക്കി. എത്രയൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അലയടിച്ചാലും നിൽക്കുന്ന സ്ഥലം മാറിപ്പോയി, നാം കാല് വെച്ചിരിക്കുന്ന ഭൂമി അങ്ങ് മാറിപ്പോയി, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണു, അതിന്റെ തിരമാല ഇരച്ചു പൊങ്ങി, ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല, എല്ലാം അസ്ഥിരമായി നിൽക്കുന്ന ആ സാഹചര്യത്തിനകത്ത് കോരഹപുത്രന്മാർ പറയുക, ഞാൻ ഭയപ്പെടുകയില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ സാഹചര്യവുമായിട്ട് ഒരുപാട് ബന്ധം തോന്നാം. കുഞ്ഞെ, നീ ഭയപ്പെടേണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ കാര്യമാണ് 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തെന്നറിയാമോ? അവരാദ്യം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനമേ, ഹൃദയത്തിനകത്ത് നെഞ്ചിൽ കൈവച്ച് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. എത്ര ഉറപ്പുള്ള വാക്യമാ! ഈ കോരഹപുത്രന്മാർ ഈ വാചകം പറയുമ്പോൾ, ഇങ്ങനെ പറയുമ്പോൾ, അവർ പറയാൻ യോഗ്യരായവരാണ്. അവര് പറയാൻ യോഗ്യതയുള്ളവരാ. കാര്യമുണ്ട്. ഇതുപോലൊരു പ്രതിസന്ധിക്കകത്ത് അവരൊരു പ്രാവശ്യം പെട്ടുപോയതാ. അതേ, അവരുടെ അപ്പനും അമ്മയും ഒരുപോലെ മരണപ്പെടുന്നത് അവര് കണ്ടുകൊണ്ട് നിന്നു. ഭൂമി വാവിളർന്ന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഭൂമി ഉലക്കത്തിനകത്തും ഭൂമിയിൽ നിന്ന് താഴേക്ക് അപ്പനും അമ്മയും അതോടുകൂടെ അവരുടെ കൂട്ടുകാരും ചാർച്ചക്കാരും അടക്കം 250 പേർ താന്നു പോകുന്നത് കണ്ടുകൊണ്ടിരുന്നു. അതിന്റെ നടുവില് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത പറക്കമുറ്റ പ്രായമെത്തിയ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവിടെ ഇരുന്നപ്പോ ദൈവത്തിന്റെ വാഗ്ദത്ത വചനമുണ്ട്. ഒരുവനെ കൊല്ലാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മരണഭീതി വരുമ്പോൾ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ച് അഭയം പ്രാപിക്കാൻ, അങ്ങനെ യാഗപീഠത്തിന്റെ കൊമ്പുകളെ അഭയം പ്രാപിച്ച് അവർക്ക് ദൈവ സങ്കേതമായിരുന്നു. ഇത് അനുഭവമാ.
ഈ അനുഭവത്തിൽ നിന്ന് കോരഹപുത്രന്മാർ പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ വാക്യ ഹൃദയത്തിനകത്ത് വെച്ചിട്ട് അടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, കുഞ്ഞെ നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ നിൽക്കുന്ന ഇടത്തിൽ നിന്ന് ഭൂമി മാറിപ്പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, ഭൂമി ഉലുക്കത്തിൽ അകപ്പെട്ട പർവ്വതങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന അനർത്ഥങ്ങളോ ബോംബ് ബ്ലാസ്റ്റിങ്ങോ ഒക്കെ ആയിട്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും തീർന്നില്ല. അതിലെ വെള്ളം ഇരച്ചു കലങ്ങി എന്ന് പറഞ്ഞാൽ തിരമാലകളെ ഉയർന്നു പൊങ്ങി അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി. ആ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു തിരമാലയുടെ ശക്തി കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിപ്പോയാലും ഭയപ്പെടുകയില്ലെന്ന്. ഇങ്ങനെ ഒരു സാഹചര്യത്തെ ഭയപ്പെടാതിരിക്കാൻ പറ്റുന്ന വ്യക്തികളുണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭയപ്പെടാതിരിക്കാനുള്ള ഒരു ദൂതാണ്, ആ ഒരു സന്ദേശമാണ്, ആ ഒരു മെസ്സേജാണ് 46 സങ്കീർത്തനത്തിൽ കൂടെ പുത്രന്മാർ നമുക്ക് തരുന്നത്. അവന്റെ ഉറപ്പാണത്. നമ്മള് വായിച്ചു കേട്ടിട്ടുള്ള ബില്ലി ഗ്രഹാമിന്റെ ഒരു ബുക്കുണ്ടല്ലോ, ഗോഡ്സ് പീസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സമാധാനം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ ഫ്രണ്ടിൽ വരച്ചിരിക്കുന്ന ഒരു പടമുണ്ട്. അത് ദൈവിക സമാധാനത്തെ കുറിച്ച് ആ ബുക്കിനകത്ത് പറയുന്നേ. പക്ഷെ അതിനകത്തൊരു പടമുണ്ട്. ആ പടം, അതിന്റെ ഫ്രണ്ടിലൊരു പടം, ആ പടത്തിനകത്തുള്ളത് ജിബ്രാൾട്ട് കടലിടുക്കിനകത്ത് ഒരു പക്ഷി, ശാന്തമായി ഒരു കുരുവി തന്റെ ചുണ്ടൊക്കെ ആ ചിറകിനിടയ്ക്കോട്ട് വെച്ച് ശാന്തമായി ഉറങ്ങുന്നു. ആ ജിബ്രാൾട്ട് കടലിടുക്കറിയാം, അതിലോട്ട് ആളുകൾക്ക് അടുക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഭയങ്കര സൗണ്ട്, ഭയങ്കര ശബ്ദം, അതിന്റെ തിരമാലയും ആ പാറക്കെട്ടയിൽ ഇടിക്കുന്ന സൗണ്ട് കാരണം കൊണ്ട് തന്നെ അറ്റാക്കുള്ളവരൊന്നും ആ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല. പ്രഗ്നന്റ് വുമൻസിനൊന്നും പോകാൻ പറ്റത്തില്ല. അതുപോലൊരു സ്ഥലമാണ് ജിബ്രാൾട്ട് കടലിടുക്ക്. അങ്ങോട്ട് മനുഷ്യരാരും പോകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവിടെ മഴയും, ഘോരമായ മഴയും, ഒരു പ്രകൃതിയുടെ ഭയങ്കരമായ ഒരു വിരുദ്ധമായ അനുഭവം കൂടെ ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്രയും വലിയ ആ ജിബ്രാൾട്ട് കടലെടുക്കിന്റെ തീരത്ത് ഒരു മൃഗങ്ങൾക്കോ മനുഷ്യർക്കോ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിനകത്ത് ശാന്തമായി ഉറങ്ങുന്ന ഒരു കുരുവി, ഒരു പക്ഷി. അതാണ് അദ്ദേഹം ബില്ലി ഗ്രഹാം വരച്ചു വയ്ക്കുക. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അകത്ത് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്നത്, ഈ കടല് തിരമാലകൾ എത്ര ഉയർന്നു പൊങ്ങി അതിന്റെ ശബ്ദം കൊണ്ട് മറ്റാർക്കും അടുക്കാൻ പറ്റുന്നെങ്കിലെങ്കിലും ഈ കുരുവി ജനിച്ചത് ആ പാറയുടെ പിളർപ്പില. അവിടെ ഒരു ചെറിയ കൂടുണ്ട്, കുരുവിക്കൂട്, ഒരു പക്ഷിക്കൂടുണ്ട്, അതിനിടയിലാണ് ജനിച്ചത്. അതിനിടെ ജനിച്ചപ്പം അന്ന് തുടങ്ങി അതിനാശ്രയം ഈ പാറയാ. എത്ര വലിയ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്ന കണ്ടിട്ടുണ്ട്. ഭീതിജനകമായ പ്രകൃതിയുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നും ഈ പർവ്വതത്തിന്, ഈ പാറയ്ക്കൊരിളക്കം സംഭവിച്ചിട്ടില്ല. ആ പർവ്വതത്തിലാണ് ഈ കുരുവി ഇരിക്കുന്നത്. അതുകൊണ്ട് മറ്റാർക്കൊക്കെ ഏതൊക്കെ ഭീതി ഉണ്ടെങ്കിലും ഈ കൊച്ചു കുരുവിക്ക്, ഈ കൊച്ചു പക്ഷിക്ക് ഒരു ഭീതിയില്ല. അത് ആശ്രയിച്ചിരിക്കുന്നത്, അത് ജനിക്കുമ്പോൾ തൊട്ട് ആശ്രയിക്കുന്ന ആ പാറയുടെ പുറത്താ. അതിനൊരു ആശ്രയത്വമുണ്ട് ആ പാറ. ഇത് ഒരു സാങ്കല്പികമായിട്ട് വരച്ച ഒരു ചിത്രമാണെങ്കിലും പ്രിയരെ, നമുക്ക് ആശ്രയിക്കാൻ ഒരു പാറയുണ്ട്. യുഗങ്ങളുടെ പാറ, പിളർന്നതാം പാറ, അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കിത്തന്ന പിളർന്നൊരു പാറയുണ്ട്. ആ പാറയുടെ മറവിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവനാ വിളിച്ചു പറയുന്നത്, ആ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, അതിന്റെ കോപം കൊണ്ട് തിരമാല അത് ഇതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, പർവ്വതങ്ങൾ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവില. ആ പാറയില, ഈ പാറ ഇളകി പോകത്തുണ്ട് ഉറപ്പോടെ പാറയില ആശ്രയിക്കുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞെ, ഈ പാറയിൽ ആശ്രയിക്കുന്ന നീ പതറിപ്പോകത്തില്ല. അനർത്ഥം അതേ ദുഷ്ടനെ കൊല്ലും, പക്ഷെ നീതിമാൻ അത് കണ്ടൊളിക്കും. അനർത്ഥം വ്യസനത്തിന് കാരണമാക്കുകയില്ല. കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയ്ക്കിലും കൊമ്പുകളുടെ ഇടയിലും നിനക്ക് ഉത്തരമായി കർത്താവ് എഴുന്നേറ്റ് വരും. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കരം കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. കേട്ട വചനം ലോകത്തിന്റെ വിവിധ സാഹചര്യങ്ങൾക്കകത്ത് വിവിധ ഇടങ്ങളിൽ ഇരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ സങ്കേതത്തിന്റെ ഉറപ്പ്, യുഗങ്ങളുടെ പാറയാകുന്ന, പിളർന്ന പാറയാകുന്ന ക്രിസ്തുവിന്റെ ഉറപ്പ് ഈ ജനത്തിന് കൈമാറുന്നു.
ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവകരുതൽ ജനത്തോടു കൂടിയുള്ളതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ് ഒരു വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ കർത്താവ് മറക്കട്ടെ. താങ്ക് യു സോ മച്ച്.